24 വയസ്സുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഒരു ബിഗ് സീറോയിലാണ് നിൽക്കുന്നത്. ലോകമണ്ടത്തരായിരുന്നു ഞാൻ ചിന്തിച്ചത്. എന്നെ കൊണ്ട് പഠിക്കാനേ പറ്റില്ല. ബാങ്കിൽ പോകാൻ തന്നെ എനിക്ക് പേടിയാണ്. ഒരു 21 വയസ്സിനുള്ളിൽ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്നായിരുന്നു. മണ്ടിയായിരുന്നു ശരിക്കും. ഞാൻ എന്തിനാണ് എൻ്റെ ഡിഗ്രി എടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഭയങ്കര ഒരു ചതിയായിരുന്നു സത്യം പറഞ്ഞാൽ. കൊറോണ വന്നത് അത് നല്ലൊരു കാര്യമായിരുന്നു. എന്ത് കോലാണിത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കരയാറുണ്ട്. ചില സമയത്ത് ഉറക്കം പോലും കിട്ടാറില്ല. ഹലോ, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ എനിക്ക് 24 വയസ്സുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു ബിഗ് സീറോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ബിഗ് സീറോയിലേക്ക് എത്താൻ എന്നെ സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റേജ് സമ്മാനിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ആർക്കും ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കാനും, ഇനി അബദ്ധങ്ങൾ പറ്റിയവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു അഡ്വൈസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഇപ്പം കറൻ്റ്ലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എന്നെ കാണുന്നത്. എന്നെ കണ്ടു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. കാരണം എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സീറോയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് സക്സസ്സിലോട്ട് എത്താൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്റ്റോറിയിലോട്ട് വരാം. ഞാൻ അങ്ങനെ എക്സ്ട്രാ നന്നായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ 1 മുതൽ 10 വരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സാധാ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ 1 മുതൽ 10th വരെ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 10ാം ക്ലാസ് വരെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയി. അതിനുശേഷം +1 +2 ഞാൻ വേറെ സ്കൂളിലേക്ക് പോയി. അത് പോയത് എൻ്റെ ഫ്രണ്ട്സ്, അന്നും ഇന്നും നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന സംഭവം ആണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാനും, അല്ലെങ്കിൽ അവരുമായിട്ട് എൻജോയ് ചെയ്യാനും, അവരുടെ ഒപ്പം ഇരുന്ന് പഠിക്കാനൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. അപ്പോൾ എൻ്റെ ചിന്ത അങ്ങനെയായിരുന്നു. അങ്ങനെ അല്ലാത്ത ബ്രേവ് സ്റ്റുഡൻസും ഉണ്ടായിരിക്കും കേട്ടോ. എൻ്റെ പോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുക. കാരണം ഞാനിപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂൾ എടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു. അതായത് നമ്മളിങ്ങനെ +1 അപേക്ഷിക്കില്ല, അങ്ങനെ അപേക്ഷിച്ച് നമുക്ക് 2 പേർക്കും ഒരു സ്കൂളിൽ കിട്ടുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്നെ കിട്ടിയ കാരണം എനിക്ക് വേറെ ഓപ്ഷൻസ് അല്ലെങ്കിൽ വേറെ സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ പക്കാ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് കിട്ടിയത്. അങ്ങനെ സയൻസിനാണ് കിട്ടിയത്. സയൻസ് എന്ന് പറയുമ്പോൾ ലോകമണ്ടത്തരായിരുന്നു ഞാൻ ചിന്തിച്ചത്. സയൻസ് എടുത്താൽ മാത്സ് അതിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു വിട്ടിത്തരം എൻ്റെ ബ്രെയിനിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് എടുത്ത് വന്നപ്പോഴാണ് എൻ്റെ കിളികളൊക്കെ പാറിയത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, പക്ഷെ ഈ സബ്ജക്ട്സ് ഒക്കെ ഓക്കെയാണ്, എങ്ങനെയെങ്കിലും കുത്തിയിരുന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ മാത്സ് അതിൽ ഞാൻ വട്ടപൂജയാണ്. അത് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാതെ മറ്റേ നമ്മുടെ ഈ ട്രിഗണോമെട്രി, ഇൻ്റഗ്രേഷൻ, അതൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല ഗൈസ്. അത് ഞാൻ എങ്ങനെ പാസ്സായെന്ന് പോലും എനിക്കറിയില്ല. അതെന്നെ കൊണ്ട് പഠിക്കാനേ പറ്റില്ല. അപ്പോൾ മാത്സ് പണ്ട് മുതലേ എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ മാത്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ജോബിനും പോകാൻ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് പേടിയായിരുന്നു. ബാങ്കിൽ പോകാൻ തന്നെ എനിക്ക് പേടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു ജോലിയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സയൻസ് എടുത്തതാണ്, മാത്സ് ഇഷ്ടമില്ലാത്ത കാരണം. പിന്നെ ഹ്യൂമാനിറ്റീസ് പിന്നെ നമ്മൾ നോക്കാറില്ല. നമ്മൾ +1 +2 അഡ്മിഷൻ്റെ സമയത്ത് 2 ഓപ്ഷനെ നമ്മൾ നോക്കുന്നുള്ളൂ, സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്. കാരണം ഹ്യൂമാനിറ്റീസ് ഭയങ്കര മോശമാണ്. അവിടെ ഈ പഠിക്കാൻ കഴിവില്ലാത്ത കുറച്ച് പിള്ളേർ വരും, ഭയങ്കര അലമ്പ് പിള്ളേരായിരിക്കും. അതുകൊണ്ട് അതെടുക്കരുതെന്നായിരുന്നു എൻ്റെ ചുറ്റുമുള്ളവരെന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സയൻസ് എടുത്തു. സയൻസ് കുഴപ്പമില്ല, എനിക്കിഷ്ടമായിരുന്നു. ബയോളജി ഒക്കെ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയർ പക്ഷെ എനിക്ക് അത്ര സുഖകരമായിരുന്നില്ല. എനിക്ക് എൻ്റെ 1 മുതൽ 10 വരെയുള്ള സ്കൂൾ ലൈഫാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. ചിലർക്ക് +2 ആയിരിക്കും ഇഷ്ടം. പക്ഷേ +1 +2 എനിക്ക് ആലോചിക്കാനേ ഇഷ്ടമില്ല. എനിക്ക് പുതിയ ഒരു ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഞാനോ പോയെന്ന്. അവൾ മാത്രം തന്നെയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് തീരുമ്പോഴും എനിക്ക് പുതിയ ഒരു ഫ്രണ്ട്സിനെ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല.
ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു നെഗറ്റീവ് വൈബായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യാം, അതൊരു വലിയ സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെ പ്ലസ് ടുവിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം മൂലം ഞാൻ നന്നായിട്ട് ഉഴപ്പി. 10നേക്കാളും കുറച്ച് പെർസെൻറ്റേജ് ഇപ്പം എന്താ പറയുക പ്ലസ് ടുവിൽ കുറഞ്ഞു. അതിനുശേഷം പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മളെന്താ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഡിഗ്രിക്ക് പോകരുതെന്നായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 1, 2, 3, 4 കുറേ വർഷങ്ങൾ ഇങ്ങനെ പോവും. അപ്പം നമുക്കൊരു ജോബ് കിട്ടില്ല. എൻ്റെ വീട്ടിലാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ പാരൻസ് ഒക്കെ കുറച്ച് ഓൾഡാണ്, അതായത് അവർക്കിപ്പം അത്യാവശ്യം നല്ല പ്രായമുള്ള ആൾക്കാരാണ്. ഞാനൊരു ഒറ്റ കുട്ടിയാണ്, എനിക്ക് സിബ്ലിങ്സ് ഒന്നും ഇല്ല. അപ്പോൾ അവരുടെ ഒരു മൈൻഡിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മൈൻഡിൽ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം, ഒരു 21 വയസ്സിനുള്ളിൽ എന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്നായിരുന്നു. അപ്പോൾ ഡിഗ്രി ഒക്കെ എടുത്ത് പകുതിയാകുമ്പോഴോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ അപ്പം തന്നെയോ ഞാൻ കെട്ടേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളൊരു തോട്ട് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഡിഗ്രി വേണ്ട, എന്തെങ്കിലും ഒരു 2 വർഷത്തിൻ്റെ കോഴ്സ് എടുത്ത് ജോലിക്ക് കയറാം എന്നുള്ളൊരു ധാരണയിൽ, അതായത് മെഡിക്കലിൻ്റെ തന്നെ കുറേ ഉണ്ടല്ലോ, ലാബ് ടെക്നീഷ്യൻ, അനസ്തേഷ്യ, റേഡിയോളജി, അങ്ങനത്തെ എന്തെങ്കിലും ചേരാമെന്ന് വെച്ച് പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ ഡിഗ്രിക്ക് ഒന്നും അപ്ലൈ ചെയ്തില്ല, നിങ്ങൾ ആലോചിക്കണം. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു, അങ്ങനെ പല രീതിയിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വലിയ ഫ്രണ്ട്സ്, പ്ലസ് ടുവിലെ വലിയ ഫ്രണ്ട്സൊന്നും കൂട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ പാരാമെഡിക്കലിനെ കൊടുത്തു. പക്ഷേ 2 അലോട്ട്മെൻറ്റ് വന്നിട്ടും എനിക്കതിൽ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വെറുതെ 1 വർഷം നീ കളയരുത്, നീ വേണമെങ്കിൽ 1 വർഷം കളയാണ് പകരം നിൻ്റെ കൂട്ടുകാരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതും നോക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഡിഗ്രിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു, എല്ലാവർക്കും ക്ലാസ് തുടങ്ങാറായി, അങ്ങനത്തെ ഒരു സ്റ്റേജായി. എന്നിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഡിഗ്രിക്ക് പോകുന്നത്. അപ്പോഴും എൻ്റെ ഈ 10 പ്ലസ് 2 എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, അവള് പ്രൈവറ്റ് ആയിട്ട് ഒരു കോളേജിൽ ചേർന്നു ഡിഗ്രിക്ക്. അപ്പോൾ ഒബ്വിയസ്ലി ഒന്നും അറിയില്ല, അപ്പോൾ ആകെയുള്ളത് എന്താണ്, ഫ്രണ്ട്സ്. അപ്പോൾ അവളെ എന്താണ് പഠിക്കുന്നത് അത് പോയി പഠിക്കാന്ന് വെച്ച് അങ്ങനെ അവളുടെ ഒപ്പം പോയി പഠിച്ചു. അവളുടെ ഒപ്പം പോയി പഠിച്ചതേ ഓർമ്മയുള്ളൂ. ഞാൻ എടുത്ത സബ്ജക്റ്റ് ഏതാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരു കൊമേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് അല്ല, ഞാൻ എടുത്തത് സയൻസ് ആണ്. എന്നിട്ട് നേരെ ചെല്ലണത് എക്കണോമിക്സിലേക്കാണ്. അപ്പോൾ BA എക്കണോമിക്സ് ആണ് ഞാൻ എടുത്തത്. ഈ എക്കണോമിക്സ് എന്താണ്, ഈ എക്കണോമിക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് എനിക്കുണ്ടാവുക, എനിക്ക് ആ സബ്ജക്റ്റിനോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ, ആ BA എക്കണോമിക്സിൽ വരുന്ന വേറെ സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെ ആ ഡിഗ്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ സ്കോപ്പ്, എന്ത് ജോലിക്കാണ് പോവുക എന്നതിനെ കുറിച്ചൊന്നും എനിക്ക് 0 നോളേജ് ആയിരുന്നു. അതെ ഗൈസ്, ഞാനൊരു മണ്ടിയായിരുന്നു ശരിക്കും. ഞാൻ എന്തിനാണ് എൻ്റെ ഡിഗ്രി എടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഈ എക്കണോമിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സാധ്യതകളുണ്ട് കേട്ടോ. കുറേ ബാങ്ക് കോച്ചിങ്ങിന് നമുക്ക് പറ്റും. ഇപ്പോൾ കുറേ കോഴ്സുകളുണ്ട്, IT ഫീൽഡ്. പിന്നെ നമുക്ക് എക്കണോമിക്സിൻ്റെ ടീച്ചർ ആവാൻ വേണ്ടി പറ്റും. നല്ല ബുദ്ധിയുള്ളവർക്കൊക്കെ എക്കണോമിക്സിൻ്റെ നമ്മുടെ റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ആ ഒരു ലെവലിലൊക്കെ പോവാം, എക്കണോമിസ്റ്റ് ആയിട്ട് മാറാനൊക്കെ പറ്റും. പക്ഷെ ഞാനൊരു മീഡിയം ബ്രെയിൻ ഉള്ള ഒരാളാണ്. എനിക്ക് അത്രയ്ക്കും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബ്രെയിനോ അല്ലെങ്കിൽ അത്രയും പഠിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ഏൺ ചെയ്യണം, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു പഠനം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാനൊരു പഠിപ്പിസ്റ്റോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഡിഗ്രി അങ്ങനെ അവളുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങനെ എടുത്തു. അവിടെ ഡിഗ്രി തുടങ്ങി. അപ്പം പ്രൈവറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം പൈസ ചിലവാകും. മാത്രമല്ല അവിടെ, അതായത് ഒപ്പം പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരു 60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. പക്ഷെ ആരും പഠിക്കില്ല, ലിറ്ററലി ആരും പഠിക്കൂല, പഠിക്കുന്ന പിള്ളേരെ തൊട്ട് സമ്മതിക്കൂല, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, എൻ്റെ പോലെ ഒരേ വൈബിനുള്ള കുറേ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഡിഗ്രിയിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്കൊരുപാട് നല്ല ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കിട്ടി. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഗേൾസ് ഓൺലിയിലാണ് ഡിഗ്രി പഠിച്ചത് കേട്ടോ. അപ്പോൾ ഗേൾസ് ഓൺലി പോകുമ്പോൾ കുറേ അങ്ങനെ മൂശേട്ട പെൺപിള്ളേരായിരിക്കും, നിനക്കൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞെന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. എല്ലാവരും എൻ്റെ ഒരേപോലെ വേവ് ലെങ്ത്, ഒരേ പൊട്ടത്തരം, ലൈക്ക് വൈബായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് നല്ല പുതിയ ഫ്രണ്ട്സുകളെ അവിടെ നിന്ന് കിട്ടി. അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പഠിപ്പിൻ്റെ ലെവലിലോട്ടും എൻ്റെ കരിയറിൻ്റെ ലെവലിലോട്ടും വരുമ്പോൾ അത് ഭയങ്കര ഒരു ചതിയായിരുന്നു സത്യം പറഞ്ഞാൽ. അയ്യോ,
എന്താ പറയുക, എല്ലാവരും ഉഴപ്പായിരുന്നു. അങ്ങനെ പഠിക്കാൻ നമ്മളെ സമ്മതിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. ഇപ്പം പുസ്തകം എടുത്താൽ തന്നെ നീ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്, പഠിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കളിയാക്കും. അപ്പോൾ അങ്ങനെ ഉഴപ്പി. ഇപ്പോൾ ഞാൻ എക്സാമിൻ്റെ സമയത്താണ് ആകെ കൂടെ ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കുന്നത്. എക്സാമിൻ്റെ തലേദിവസമൊക്കെ ആയിരിക്കും. പക്ഷേ അന്നും ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ പറയുന്നു, ഓ തുടങ്ങി അവളുടെ പഠിപ്പ്, അങ്ങനെയൊക്കെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ചൊന്നുമില്ല. ഞാൻ അങ്ങനെ വെറുതെ ഉഴപ്പി അങ്ങനെ അവിടെ നിന്ന് +2 കുറഞ്ഞ മാർക്കിലാണ് അവിടെ ഫുൾ പാസ് ആയത്. പക്ഷെ ഞാൻ ഫുൾ പാസ് ആയിരുന്നു, സപ്ലൈ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. 60 പിള്ളേരിൽ ആകെ 6 പിള്ളേരാണ് ഫുൾ പാസ് ഉണ്ടായിരുന്നത്. അതിലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനും. അപ്പോൾ നമ്മുടെ കോളേജിനെയും നമ്മുടെ ക്ലാസ്സിനെയൊക്കെ സംബന്ധിച്ച് ഞാൻ കുഴപ്പമില്ല, എല്ലാത്തിലും പാസ്സായിരുന്നു. ബാക്കിയുള്ളവർ അതും ആയില്ല. കുറേ പേര് കല്യാണം കഴിച്ചു പോയി, കുറേ പേര് ഡ്രോപ്പ് ഔട്ടായി. പിന്നെ ഏറ്റവും ഇതിന് വലിയ കാരണം ഞങ്ങൾക്ക് ഞാൻ തേർഡ് ഇയർ ആയിരുന്ന സമയത്തായിരുന്നു കൊറോണ വന്നത്. അത് നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഈ ഉഴപ്പണൻ്റെ ഇടയിൽ കൊറോണയും കൂടെ വന്ന സമയത്ത് അത് പിന്നെ ക്ലാസ്സേ കേൾക്കണില്ല, ബുക്സ് പോലും ഉണ്ടായിരുന്നില്ല. ലിറ്ററലി എങ്ങനെയാണ് തേർഡ് ഇയറിൻ്റെ എക്സാം എഴുതിയെന്നൊന്നും എനിക്കിപ്പോഴും ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഉഴപ്പിയിട്ടും, പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ മാർക്കിട്ട് തന്ന് പാസ്സാക്കിയത്. എനിവേ അങ്ങനെ അപ്പം പെർസെൻറ്റേജ് ഒന്നുമില്ല. അപ്പം വീണ്ടും ആ പാസ്സായ 6 പേര് കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്ത് MAക്ക് പോകാമെന്ന് വെച്ചു. പക്ഷെ എനിക്ക് അപ്പോഴും ഞാൻ ചിന്തിക്കണമായിരുന്നു, എനിക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടമല്ല. ഞാൻ ഈ ഡിഗ്രിയിൽ നന്നായിട്ട് ഉഴപ്പിയിട്ടാണ് പഠിച്ചത്. അതെനിക്ക് ഈ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടക്കുറവാണ്. നിനക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്കുള്ള കോഴ്സ് പഠിക്കണം എന്നൊക്കെ എനിക്ക് ചിന്തിക്കായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ ഒപ്പമുള്ള കുട്ടികൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ എൻ്റെ കോളേജിൽ തന്നെ MA എക്കണോമിക്സിന് ചേർന്നു. എൻ്റെ കോളേജിൽ തന്നെ ചേരേണ്ട യാതൊരു കാര്യമില്ല. കാരണം പൊതുവെ PGക്ക് പോകുന്ന സമയത്ത് കുറേ സീറ്റുകൾ നമ്മളുടെ ഗവൺമെൻറ്റും എയ്ഡഡും ആയിട്ടുള്ള കോളേജുകളിലൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ അതൊന്നും അപ്ലൈ ചെയ്യാണ്ട് നേരെ നമ്മൾ പഠിച്ച കോളേജിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നതനുസരിച്ച് ചേർന്നു. അവർക്ക് പൈസ കിട്ടാനും സ്റ്റുഡൻസിനെ ഉണ്ടാക്കാനായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ PG MA എക്കണോമിക്സ് ബാച്ചിൽ ഞങ്ങളായിരുന്നു ഏറ്റവും അവസാനത്തെ ബാച്ച്. ഞങ്ങളുടെ ബാച്ചിൽ തന്നെ 6 പേര് അങ്ങടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ട്യൂഷൻ എടുക്കുന്ന പോലെ ഒരു കുഞ്ഞി ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ ഓരോ മിസ്സുമാരിങ്ങനെ നമ്മൾ നേരിട്ട് അങ്ങനെ നോക്കിയിട്ടായിരുന്നു ഞങ്ങൾ PG പഠിച്ചത്. ഭയങ്കര ബോറായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ PG. അതിലെനിക്ക് സപ്ലിയും കിട്ടി. അപ്പോൾ ഇത്ര നാളും പാസ്സായിട്ടെങ്കിലും വരണ്ടായിരുന്നു. പക്ഷേ PG എത്തിയപ്പോൾ എന്താ സപ്ലിയും കിട്ടി. അപ്പോൾ അതെന്നെ ഭയങ്കര മെൻ്റലി തകർത്തു. കാരണം നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു തോൽവി അറിഞ്ഞിട്ടില്ല. എങ്ങനെയൊക്കെ ഉഴപ്പിയാലും എങ്ങനെയൊക്കെ ഇതാക്കിയാലും എങ്ങനെയും നമ്മൾ പാസ്സായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ PG അതും തകർത്തുപോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്പോർട്സിൽ ഒന്നും ഉള്ള ആളല്ല. സ്പോർട്സിൽ പരിപാടി അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളല്ല. കലാരംഗം, അതായത് ഡാൻസോ പാട്ടോ അങ്ങനെ ഒന്നുമില്ല. ഒരു സ്റ്റേജിലേക്ക് കയറാൻ പോലും എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. എനിക്ക് പഠനത്തിലായിരുന്നു കുറച്ചെങ്കിലും ഒരു ആവറേജ് എന്ന് പറയാനുണ്ടായിരുന്നത്. അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പഠനവും ഈ 3 കാര്യവും എനിക്കില്ല. മാത്രമല്ല എൻ്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ എന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ല എന്നുള്ള തരത്തിൽ കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഫാമിലിയുടെ ഉള്ളിൽ തന്നെ എനിക്ക് കുറേ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈയൊക്കെ കണ്ടു ഗൈസ്, എൻ്റെ കൈ ഭയങ്കര തടി കുറവാണ്. അപ്പോൾ എന്ത് കോലാണിത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ലിറ്ററലി എന്ത് കോലാണിത് അങ്ങനെ. അപ്പോൾ നമ്മളെ കാണാൻ ഒരു ഭംഗിയുമില്ല. അപ്പം നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓരോ തരത്തിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് നമ്മളിൽ തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മൾ ഫുൾ സീറോയാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല, നമ്മൾ എഡ്യൂക്കേഷൻ തന്ന മാതിരി ഇല്ല, എന്നാൽ കാണാനും നല്ല പോലെ ഇല്ല. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ്സിനും ലോവർ ആയിട്ടുള്ളൊരു ക്ലാസ്സൊക്കെയാണ് ശരിക്കും. എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവരിപ്പോഴും എൻ്റെ അമ്മ ഇപ്പോഴും ജോലിക്ക് പോണോണ്ടാണ് ഞാനിപ്പോഴും ഇത്ര നന്നായിട്ടിരിക്കുന്നത്.
ശരിക്കും അവരെ നോക്കാനുള്ള ഒരു സമയമായി എനിക്ക്. 24 വയസ്സെന്ന് പറയുന്നത് എനിക്കറിയാം അതൊരു ചെറിയ പ്രായമല്ല. നമ്മൾ നമ്മുടെ അച്ഛനും അമ്മേനെയും നോക്കേണ്ട ഒരു സമയം എത്തി. പക്ഷേ എനിക്കിപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ PG കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമല്ല. എക്കണോമിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാങ്കിങ് അങ്ങനത്തെ കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്തൊരു ജോബ് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല ഗൈസ്. അതിൻ്റെ ഒരു സത്യമാണത്. നമ്മൾ വായിച്ച് പഠിക്കുന്ന പോലെയല്ല. നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവും ഒരു സ്കില്ലും അതിനുള്ള ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിനുശേഷം ഞാനൊരു കോഴ്സ് എടുത്തു. കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് വന്നത്. ഇവിടെ ഞാൻ വന്നിട്ട് ഇപ്പം 1 ഇയർ ആവാൻ പോവാണ്. 2024 ജൂലൈ 22 ഞാൻ ഇവിടെ ബിസിനസ് ആനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് ചേർന്നു. അതും കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പം ഇത് നല്ലതാണ്, എക്കണോമിക്സ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇത് എടുക്കുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്ന കോഴ്സ് എടുത്തു. കോഴ്സ് എടുത്തതിന് ശേഷം അതിൽ വരുന്നതാണ് അഡ്വാൻസ് എക്സൽ, ടാബ്ലൂ, SQL, പവർ BI, അസൈൽ, പൈത്തൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇവർ 6 മാസം കൊണ്ടാണ് എടുത്ത് തരാമെന്നാണ് പറഞ്ഞത്. ഈ 6 മാസം കൊണ്ട് എടുത്ത് തരും. പക്ഷേ അത് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ 6 മാസം മതിയാവില്ല. ശരിക്കും എന്നെ സംബന്ധിച്ച് ചിലവർക്ക് പറ്റും. അവരവരുടെ ഐക്യം അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് ആ വക കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എനിക്കത് പറ്റുന്നില്ല. ശരിക്കും 6 മാസം കൊണ്ടൊന്നല്ല, 1 വർഷം കൊണ്ടും ചിലപ്പോൾ എനിക്കത് പറ്റുമോ എന്നറിയില്ല. എനിക്കതിനോടൊരു ഇൻട്രസ്റ്റ് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പഠിക്കാൻ എനിക്ക് പുഷ് ചെയ്യാനും എനിക്കത് തോന്നുന്നില്ല. അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയും? എൻ്റെ പോലെ ആരെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണം. കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വലിയൊരു സീറോയിലാണ്. PGയും ഞാൻ കൊണ്ട് കളഞ്ഞു. അത് ഇനി ഈ കോഴ്സ് വന്ന് പഠിച്ചിട്ടും അത് സക്സസ് ആവുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സ്ഥിതിയിലാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്ഥിതി ഇങ്ങനെയായി. ഞാനൊരു ബേർഡനാണ് എല്ലാവർക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു മൈൻഡാണ് ഞാൻ. എനിക്ക് കുറേ ഡിപ്രഷൻ വന്നിട്ടുണ്ട്. ഞാൻ കുറേ കരയാറുണ്ട്. ചില സമയത്ത് ഉറക്കം പോലും കിട്ടാറില്ല. ഇതൊന്നും ആരുടെ അടുത്തും ഇത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല. കാരണം നീ ചൂസ് ചെയ്തതല്ലേ, ഞാൻ തന്നെ എടുത്ത തീരുമാനങ്ങളാണിതല്ല. അപ്പോൾ എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. എൻ്റെ അച്ഛനും അമ്മയും ഇന്നതെടുത്തോ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ എടുത്തത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടും എൻ്റെ പൊട്ടത്തരം കൊണ്ടും എനിക്ക് അന്ന് ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടും ഞാൻ ഇന്ന് നിൽക്കുന്നത് വലിയൊരു സീറോയിലാണ്. അന്ന് ഞാൻ +2 കഴിഞ്ഞ് എന്തെങ്കിലും ഇതുപോലെ കോഴ്സ് എടുത്താണെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് ഞാൻ കയറിയിട്ടുണ്ടാവും. മെഡിക്കലിൽ ഇപ്പോൾ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 രൂപ പോലും എടുക്കാനില്ല. അത്രയും പാതറ്റിക്കാണ് ഞാൻ. എല്ലാവരിലും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ എനിക്കതൊക്കെ മാറ്റണം. അപ്പോൾ എനിക്കൊരു ജോലിക്കും പോകാൻ കഴിയുന്നില്ല. പിന്നെ വേറൊരു കാര്യമാണ് ഇംഗ്ലീഷ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ എവിടേക്കും പോയിരുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരുപാട് നാൾ കഴിഞ്ഞുണ്ടായ ഒറ്റ ഒരു മോളാണ്. എനിക്ക് സിബ്ലിങ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കാര്യത്തിൽ ഒരുപാട് കെയറിങ് ആയിരുന്നു. ഓവർ കെയറിങ് ആയിരുന്നു എന്ന് വേണം പറയാൻ. എന്നെ എങ്ങോട്ടും വിടില്ല, പുറത്തേക്ക് വിടില്ല. എന്താ പറയുക, അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഭൂരിഭാഗം. സ്കൂള്, വീട്, വീട്, സ്കൂള്, അങ്ങനെ. അപ്പോൾ സോഷ്യലി ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിരുന്നില്ല. ഞാൻ ഇൻട്രോവേർട്ടായി. അതുപോലെ ഒരാളുടെ അടുത്ത് സംസാരിക്കാനും അറിയില്ല. മലയാളത്തിൽ തന്നെ എനിക്ക് ഒരാളോട് അങ്ങോട്ട് സംസാരിക്കാനുള്ള കഴിവില്ല. അപ്പോൾ എങ്ങനെയാണ് ഗൈസ് ഇംഗ്ലീഷിലുണ്ടാവുക? ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് ഇവിടെ എല്ലാ ഭാഷയും സംസാരിക്കും. ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ആൾക്കാരും ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഏത് ഭാഷയാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അങ്ങോട്ടും മിണ്ടാൻ. കാരണം ഒരാളുടെ അടുത്ത് തമിഴ് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ നമ്മളുടെ അടുത്ത് കന്നഡയായിരിക്കും പറയുന്നത്. ചിലവർക്ക് തമിഴായിരിക്കും അറിയണ്ടാവുക, ചിലവർക്ക് ഹിന്ദി ആയിരിക്കും, ചിലവർക്ക് തെലുങ്കു ആയിരിക്കും, ചിലവർ ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെ ഫുൾ ഭാഷകളും ഈ ഒരു ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഭാഷകളൊന്നും അറിയാത്തത് കൊണ്ട് അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാനിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഇമ്പ്രൂവ് ആയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആര് പറഞ്ഞാലും
കേൾക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ടവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങളൊരു കോഴ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ അവസാനം നിങ്ങൾ എവിടെയാണ് എത്തിപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പോൾ ഡിഗ്രി എടുക്കുകയാണെങ്കിലും ശരി, ഡിഗ്രി എടുത്തില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലേ, വേണ്ട, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള മേഖല അത് എടുക്കുക. ചിലർ എഡിറ്റിംഗ് ആയിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക, ചിലർക്ക് തുന്നുന്നതായിരിക്കും ഇഷ്ടമുണ്ടായിരിക്കുക. എന്താണെങ്കിലും അതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇന്നത്തെ കാലത്ത് കുറേ വഴികളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. സോ ആരും അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ സമയവും പോകും. ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവം എന്ന് പറയുന്നത് സമയമാണ്. ആ സമയം നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. അങ്ങനെ കളഞ്ഞ് ഇപ്പോൾ 24 വയസ്സ് വരെ എത്തി. ഞാൻ ഇപ്പോഴാണ് എൻ്റെ പാഷനും എൻ്റെ ഒരു ഗോളും സെറ്റ് ചെയ്തത്. അത് ഞാൻ നിങ്ങളോട് പറയാണ്. എൻ്റെ ഒരു ആഗ്രഹം ക്രിയേറ്റീവായിട്ട് ഒരു ജോബ് ചെയ്യണം, ഫ്രീ ആയിട്ടിരുന്നു കൊണ്ട് ഏൺ ചെയ്യണം. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡം പോലെ തന്നെ എനിക്ക് ജോബിലും എൻ്റെ ഫ്രീഡത്തോടു കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനത്തെ ഒരു ഫ്രീലാൻസിങ് ജോബ് ആയിരിക്കണം. സോ എനിക്ക് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈ നോട്ട്? എനിക്ക് യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നെ കാണാൻ കൊള്ളില്ല, എൻ്റെ സംസാരം രസമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് എനിക്ക് യൂട്യൂബും വേണ്ട വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നാൽ നേരെയാവില്ല ഗൈസ്. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് തുടങ്ങാം. യൂട്യൂബ് എന്നല്ല, എന്ത് കാര്യമാണെങ്കിലും ഇപ്പം തന്നെ തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സ്കിൽസും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ടെക്നിക്കൽ ആയിക്കോട്ടെ, നോൺ ടെക്നിക്കൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങളത് പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനമ്മയ്ക്കും ഇങ്ങനെയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ പാഷൻ, അതായത് എനിക്കിപ്പോൾ ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്, ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്സ് വായിക്കണം. ഇപ്പോൾ ഞാൻ ബുക്ക് വായിക്കാൻ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ അടുത്തും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മളുടെ പാഷൻ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളത് വളർത്തിയെടുക്കണം. അതിലൊക്കെയാണ് ഇന്നത്തെ കാലത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒരിക്കലും ഫ്രണ്ട്സിൻ്റെ വാക്ക് കേട്ട് പോകരുത്. അവർ പല രീതിയിൽ പല സ്ഥലത്തെത്തും. ചിലപ്പോൾ നിങ്ങളുടെ ഗോളായിരിക്കില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിഞ്ഞ് ഉണ്ണികളായിട്ട് സുഖമായിട്ട് ഇരിക്കുകയാണ്. ഞാനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്. എനിക്കിപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സ്ഥിതിയിൽ നിൽക്കുവാണ്. പിന്നിലോട്ട് നോക്കുമ്പോൾ ഞാനൊരു ബിഗ് സീറോയാണ്. പക്ഷേ ഞാൻ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലൊരു ഭാഗമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഹലോ ഐ എം ലക്ഷ്മി. സോ അങ്ങനെ അതിൽ നിന്ന് വളർന്ന് ഒരു ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സീറോയിൽ നിന്ന് എന്നെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളായിരിക്കും എൻ്റെ ചാനലിൽ വരുന്നത്. യെസ്, എൻ്റെ ചാനൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ്. ഇതിലൂടെ എൻ്റെ ജീവിതം നിങ്ങൾ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പാഷനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മുറുകെ പിടിക്കുക. എന്തായാലും നിങ്ങൾ സക്സസ് ആയിരിക്കും. ഞാനും എൻ്റെ പാഷൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ജേർണി. ഇത് കുറച്ച് ലെങ്ത് ഉണ്ട്, മാത്രമല്ല പോയിന്റ്, അതായത് ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ, എനിക്ക് അങ്ങനെ ശീലമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഡിപ്രഷൻ അടിച്ചിരുന്ന ഒരു കാര്യമില്ല ഗൈസ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്താണെങ്കിലും അറ്റ് ദി മൊമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പോലെ നിങ്ങൾ മാത്രമല്ല, കുറേ പേരുണ്ട്. നിങ്ങൾ ഒന്നിലും തളരരുത്. നമുക്ക് ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നമ്മളൊക്കെ അച്ചീവ് ചെയ്യും. അതിനായിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ എൻ്റെ ചാനലിലൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇതുവരെ കേട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നവർക്ക് ഒരു വലിയ താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഗൈസ്, ബൈ.